ഇറാഖിൽ ക്രൈസ്തവ വിശ്വാസം ഉൾപ്പെടെ എല്ലാ മതങ്ങളെയും കുറിച്ചും സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്ന പുതിയൊരു പാഠ്യപദ്ധതി കുർദിസ്ഥാൻ സർക്കാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ആർച്ച് ബിഷപ്പ് ബാഷർ വർദ, ബാത്ത് ഭരണകാലത്ത് താൻ 12 വർഷം പഠിച്ചിട്ടുള്ളതാണെന്നും ക്രിസ്ത്യാനികൾ, യസീദികൾ, യഹൂദർ, മാണ്ഡ്യന്മാർ എന്നിവരെക്കുറിച്ച് ഇറാഖി പാഠ്യപദ്ധതിയിൽ ഒന്നും തന്നെ പറയുന്നില്ലെന്നും വ്യക്തമാക്കി. പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യമായ ഇറാഖിലെ വിഭാഗീയതയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. മറ്റ് മതവിഭാഗങ്ങളുടെ സാന്നിധ്യവും ഇറാഖി ചരിത്രത്തിനും സംസ്കാരത്തിനും അവർ നൽകിയ സംഭാവനകളും ഔദ്യോഗികമായി അംഗീകരിച്ചാൽ ഒരുപാട് മാറ്റം വരുമെന്ന് ആർച്ച് ബിഷപ്പ് ബാഷർ വർദ ഓർമ്മിപ്പിച്ചു. കുർദിസ്ഥാൻ മേഖലയിൽ മാത്രമാണ് പുതിയ പാഠ്യപദ്ധതി വരുന്നതെങ്കിലും ഇറാഖിന്റെ മറ്റു ഭാഗങ്ങളും ഈ മാതൃക സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും ആർച്ച് ബിഷപ്പ് പങ്കുവച്ചു. വിഭാഗീയതയെ വെറുത്ത ഇറാഖികൾ പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2014 വടക്കൻ മേഖലയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആധിപത്യമുറപ്പിച്ചതു മുതൽ രാജ്യത്തെ ക്രൈസ്തവ ജനസംഖ്യ വലിയ രീതിയിൽ കുറയുന്നതിന് കാരണമായിരുന്നു. അവിശ്വാസികളെ രാജ്യത്തുനിന്നും ആട്ടിപ്പായിക്കുക എന്നതായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ലക്ഷ്യം. ഇസ്ലാമിക ചുങ്കം നൽകാത്ത ക്രൈസ്തവരും യസീദികളും മരിക്കുവാൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ രാജ്യം വിടുകയോ വേണം എന്നതടക്കമുള്ള അനേകം തീവ്രനയങ്ങൾ പതിനായിരങ്ങളുടെ പലായനത്തിലേക്ക് നയിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കാലത്ത് 60-ലധികം ക്രൈസ്തവ ദേവാലയങ്ങളും ആശ്രമങ്ങളും ബോംബിട്ട് തകർക്കപ്പെട്ടു. 1200-ലധികം പേർ കൊല്ലപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗ്യാന ന്യൂസ്.